ഹലോ എവരിവൺ. ഞാനടക്കമുള്ള നമ്മളിൽ പലരും ഒരു ശീലം തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ആ ശീലം മാറി ബാക്ക് ടു നമ്മുടെ പഴയ ശീലത്തിലേക്ക് മാറാറുണ്ട് അല്ലേ? അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജെയിംസ് ക്ലിയർ എഴുതിയ ഈ ആറ്റോമിക് ഹാബിറ്റ്സ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു ബെസ്റ്റ് സെല്ലറാണ്. ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ്. അതിൽ ആദ്യത്തെയാണ് ചെറിയ മാറ്റങ്ങളുടെ വലിയ ശക്തി. നമുക്കൊക്കെ എന്താ വേണ്ടത്? നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാണ്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്കൊന്നും ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഈ പോയിട്ട് എന്താ കാര്യം, വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ എന്താ വേണ്ടത്? നമുക്കൊരു റിസൾട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ശീലം തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും കിട്ടുന്നില്ലല്ലോ, ശരിയാവുന്നില്ല, ഒരു കാര്യമില്ല, എന്തിനാ പോകുന്നതെന്നുള്ളൊരു ചിന്ത വരും. അപ്പോഴാണ് നമ്മൾ നിർത്തിയേക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എല്ലാ ശീലവും മാറ്റുന്നത് അല്ലേ? അത് ആദ്യം തന്നെ ചെറിയ മാറ്റങ്ങളുടെ വലിയ ശക്തി. നമ്മുടെ നല്ല ശീലം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ വലിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാതെ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ചെറിയ ശീലങ്ങളുടെ വലിയ മാറ്റം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. നമ്മൾ വായിച്ചു തുടങ്ങുന്ന ഒരു പാരഗ്രാഫാണ്. ഓക്കെ, പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊരു ബുക്ക് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. അത് നമ്മുടെ പ്രോഗ്രസിങ് ആണ്. അതായത് നമുക്ക് വായിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മളൊരു ശീലം, നമ്മളൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് ആ ഹാബിറ്റിൽ നിന്ന് നമ്മളൊരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരനാകുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തി. അതെന്ന് പറയുന്നത് ആ ഒരു ടെക്നിക്കിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് നേടാൻ പറ്റും. 1% റൂളിനെ പറ്റി അറിയാം. 1% റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ഇങ്ങനത്തെ ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ 1% നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 365 ദിവസം കഴിഞ്ഞാലോ നമ്മുടെ 37 മടങ്ങ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലവരായിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല ശീലം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രോഗ്രസിങ്ങിലാണ് നമ്മൾ ഈ ഒരു 365 ഡേയ്സ് കഴിയുമ്പോൾ. എന്നാൽ നമ്മളൊരു വേഴ്സ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇതൊന്നും ശീലിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വേഴ്സ് ആയിക്കോ, നമ്മൾ ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ 0.03% നമ്മൾ ബാഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ. അപ്പം ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് നല്ല ശീലം ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണോ? അടുത്തത് മേക്ക് ഇറ്റ് ഒബ്വിയസ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിനെ വ്യക്തമാക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് വായിക്കുന്നുണ്ട്, എനിക്ക് ഈ ബുക്ക് വായിച്ചു തീർക്കണം എന്നതിന് പകരം എനിക്ക് നല്ലൊരു വായനക്കാരി ആവണം എന്ന ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഓട്ടോമാറ്റിക്കലി ആയിക്കൊണ്ടിരിക്കുക? നമുക്ക് ഒരുപാട് ബുക്ക് വായിക്കുന്ന ഒരു വായനക്കാരിയിലേക്ക് നമ്മൾ മാറും. അതേപോലെ എനിക്ക് 5 കിലോമീറ്റർ ഓടണം എന്നുള്ള ലക്ഷ്യം മാറ്റി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് നല്ല ഓട്ടക്കാരി ആവണം അല്ലെങ്കിൽ ഓട്ടക്കാരനാവണം എന്ന ലക്ഷ്യം വെച്ചാൽ അത് റിസൾട്ട് എന്താ സംഭവിക്കുക? നമ്മൾ അതിലൂടെ ആയിത്തീരും നമ്മൾ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ നമ്മൾ വ്യക്തമാക്കുക. ഇപ്പോൾ ഒരു പഠിക്കാനുണ്ട്, ഇന്ന് ഈ ചാപ്റ്റർ എനിക്ക് പഠിച്ചു തീർക്കണം എന്നുള്ള ഗോള് മാറ്റിയിട്ട് എനിക്ക് ക്ലാസ് ടോപ്പർ ആകണം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷന് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ഗോള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശീലം അത് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ തുടരും. അതായത് ആ ബുക്ക് വായിച്ച് തീർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അടുത്ത ബുക്ക് എടുക്കും. നമ്മുടെ ഗോള് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, പണ്ട് എനിക്ക് പഠിക്കാനൊന്നും അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. മീൻസ് എക്സാമിന്റെ തലേന്നൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ശീലമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറയും, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കുറച്ച് ഫോണൊക്കെ ഗെയിം കളിക്കാനൊക്കെ തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയാം, പഠിച്ചു കഴിഞ്ഞാൽ വേണേ ഫോണ് തരാം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കുത്തിരുന്ന് പഠിക്കും. അതേപോലെ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ചില സമയത്ത് നമ്മൾ ഈ നല്ല ശീലം എന്ന് പറയുന്ന കാര്യം നമുക്ക് ആദ്യം ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് അത് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാലോ, അല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പാട്ട് കേൾക്കാലോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടത്തിന്റെ കൂടെ എനിക്ക് പാട്ട് കേട്ട് ഓടാലോ എന്നുള്ള രീതിയിൽ മേക്ക് ഇറ്റ് കമ്പൈൻ അല്ലെങ്കിൽ കമ്പൈൻ 2 ഹോബീസ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. നമ്മൾ 2 ഹോബീസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇത് അട്രാക്റ്റീവ് ആകും, കുറച്ചും കൂടെ നമുക്കത് ചെയ്യാനുള്ള താല്പര്യം കൂടും. ജെയിംസ് ക്ലിയർ 2 മിനിറ്റ് റൂളിനെ പറ്റി പറയുന്നുണ്ട്. അതായത് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക എന്നുള്ളത്. ഒരു ജിമ്മിലേക്ക് പോവാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്ന ഡ്രസ്സ് എടുത്തിടുക. ഓക്കെ, ബുക്ക് വായിക്കുകയാണ്, ബുക്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുക.
അല്ലെങ്കിൽ നമുക്ക് എക്സാം ഉണ്ട്, പരീക്ഷയ്ക്ക് പഠിക്കണം, അല്ലെങ്കിൽ രാവിലെ എണീക്കണം, ജസ്റ്റ് ഒരു അലാറം വെക്കുക, അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് എണീക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എണീറ്റ് നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് പതിയെ നമ്മൾ ആ ഒരു ഈസി സ്റ്റെപ്പിലേക്ക് മാറിയിട്ട് നമ്മൾ ആ ശീലം നമ്മൾ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള ശീലം നമ്മൾക്ക് യൂസ്ഡ് ആയിട്ട് അത് മാറും. ഇപ്പം പോസിറ്റീവ് കാര്യമായിക്കോട്ടെ, നെഗറ്റീവ് കാര്യമായിക്കോട്ടെ, അതായത് നമ്മുടെ ഗുഡ് ഹാബിറ്റ് ആയിക്കോട്ടെ, ബാഡ് ഹാബിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ കാഴ്ചയ്ക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ, കണ്ണിന് മുന്നിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രവണത കൂടും. അതായത് നമുക്കിപ്പം ഫുഡ് എക്സസൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആക്കണം, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അത് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഴിക്കാനുള്ള പ്രവണത നമുക്ക് കൂടും. അതേപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ യൂസ് കൂടുന്ന ഒരു ജനറേഷനാണ് നമ്മളുടെ ഇടയിലുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കണ്ണിൻ്റെ മുന്നിൽ ഈ ഫോൺ ഇല്ലാതെ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ മാറ്റി വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടെൻഡൻസി കുറയും. അതായത് പെട്ടെന്ന് എടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നോ അല്ലെങ്കിൽ നോക്കാനുള്ളതും എടുക്കാനുള്ളത് പ്രവണത കുറയും. അതാണ് നമുക്കത് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി വെക്കുക. ഏത് ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി വെക്കുക, ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുക. ഒരു ശീലം തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് റിസൾട്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. അതായത് അതിന് ടൈം എടുക്കും. നമ്മൾ ടൈനി നമ്മുടെ ഹാബിറ്റ്സ് കൂടിയിട്ടാണ് നമ്മുടെ വലിയ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയ കല്ല് കുറച്ച് പണിക്കാർ പൊട്ടിച്ച് ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അത് പൊട്ടുക. അത് ലാസ്റ്റ് പൊട്ടിച്ച ആൾക്കായിരിക്കില്ല അതിന്റെ ക്രെഡിറ്റ് ശരിക്കും എല്ലാവർക്കും ഉള്ളതാണ്. കാരണം എല്ലാവരും പൊട്ടിച്ചത് കൊണ്ടാണ് അത് ലാസ്റ്റ് പൊട്ടിയത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല, നമ്മുടെ ഹാബിറ്റ്സ് ഈ ടൈം എടുത്ത് ഒരു സർട്ടൈൻ പോയിന്റ്സിൽ എത്തുമ്പോഴാണ് അത് നമുക്ക് റിസൾട്ട് തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരു ടൈനി ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഹോബി ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് നമുക്കത് കിട്ടിയിരിക്കും. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ നോൺ ഫിക്ഷൻ ബുക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ജെയിംസ് ക്ലിയർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊരു മാറ്റം, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും നമുക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈനി ചേഞ്ചസ്, റിമാർക്കബിൾ റിസൾട്ട്സ്, ആൻ ഈസി ആൻഡ് പ്രൂവൺ വേ ടു ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബ്രേക്ക് ബാഡ് വൺസ്.